ദുബൈയിൽ പണം നൽകാതെ ബസ് യാത്ര നടത്തിയാൽ പിടികൂടാൻ സംവിധാനം വരുന്നു. ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം ഓട്ടോമാറ്റിക്കായി കണക്കാക്കുന്ന ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൗണ്ടിംഗ് സംവിധാനമാണ് ദുബൈ RTA ഒരുക്കുന്നത്. നേരത്തെ നോൾ കാർഡ് ടാപ്പ് ചെയ്യാതെ സൗജന്യ യാത്ര ചെയ്യുന്നവർ അധികൃതരുടെ മിന്നൽ പരിശോധനകളിൽ മാത്രമാണ് പിടിയിലായത്. ഈ വർഷം പകുതി വരെ ദുബായ് എമിറേറ്റ്സിലെ വിവിധ വിനോദസഞ്ചാര വിശ്രമ കേന്ദ്രങ്ങളായ പാർക്കുകളിലെത്തിയത് 1.63 കോടി സന്ദർശകർ. പ്രധാനപ്പെട്ട പാർക്കുകൾ, കളിസ്ഥലങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലാണ് കൂടുതൽ സന്ദർശകരെത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എത്തിയവരെക്കാൾ 13 ലക്ഷം വർധനയാണ് രേഖപ്പെടുത്തിയത്. സൗദിയിൽ ഹജ്ജ് തീർത്ഥാടകർ വിസ കാലാവധി തീരും മുമ്പ് രാജ്യത്തു നിന്നും മടങ്ങണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം. നിശ്ചിത സമയത്തിനുള്ളിൽ പോകാതിരുന്നാൽ നിയമലംഘനമായി കണക്കാക്കും. ഹജ്ജ് വിസയിൽ ഹജ്ജിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ വിസയിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ സ്വദേശി വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിനായി ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം തെരഞ്ഞെടുത്ത വിദേശ സർവകലാശാലകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള മുൻനിര സ്ഥാപനങ്ങളും IIT മുംബൈ, IIT ഡൽഹി, IIT ഗുവാഹത്തി തുടങ്ങി ഇന്ത്യയിൽ നിന്നുള്ള 13 ഉന്നത കലാലയങ്ങളാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. ഒമാനിൽ സെപ്റ്റംബർ 1 മുതൽ പ്ലാസ്റ്റിക് സഞ്ചി ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഒമാൻ കസ്റ്റംസുമായി ചേർന്നാണ് നിരോധനം നടപ്പാക്കുക. 2027 പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഊർജിത പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. MPമാർ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിച്ചു. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ അവഗണിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധം. കേരളം, തമിഴ്നാട് ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളുടെ പേരുകൾ പോലും ബജറ്റിൽ പ്രതിപാദിച്ചില്ല എന്നതിൽ വലിയ പ്രതിഷേധമാണുള്ളത്. കേരളത്തിൽ BSc നഴ്സിംഗ് 1ാം സെമസ്റ്റർ പരീക്ഷ എഴുതിയ 1000-ലധികം വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞുവച്ചതോടെ പ്രതിസന്ധി. സംസ്ഥാനത്തുള്ള 156 നഴ്സിംഗ് കോളേജുകളിൽ 24 കോളേജുകളുടെ ഫലമാണ് തടഞ്ഞുവച്ചിരിക്കുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം കിട്ടുന്നതിന് മുൻപ് കോഴ്സ് തുടങ്ങിയതാണ് പ്രശ്നമായിരിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി ഇന്നും ഗംഗാവലി നദിയിൽ തെരച്ചിൽ തുടരും. ലോഹഭാഗങ്ങളുണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. മുൻ സൈനിക ഉദ്യോഗസ്ഥൻ EM ഇന്ദ്രപാലനും ദൗത്യത്തിന്റെ ഭാഗമാകുന്നു.